വെൽക്കം ടു ഗേളി പീറ്റേഴ്സ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു എഗ് സാൻഡ്വിച്ചാണ് കാണിക്കുന്നത്. അത് എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമുക്ക് ബ്രെഡ് വേണം. ഇത് ഞാനിങ്ങനെ സൈഡ് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്യാതെ എടുക്കാം. അപ്പം ബ്രെഡ് വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ അതിനനുസരിച്ച് നമ്മൾ വേണം മുട്ടയും ഒക്കെ എടുക്കാൻ. ബാക്കിയുള്ള സാധനങ്ങൾ ബോയിൽഡ് എഗ്ഗാണിത്. പിന്നെ ബട്ടർ, മയണൈസ്, ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ സ്പ്രിംഗ് അണിയൻ വേണം. ഇത് ചെറുതായിട്ട് അരിഞ്ഞ സ്പ്രിംഗ് അണിയൻ. പിന്നെ പെപ്പർ പൗഡർ വേണം, സോൾട്ട് വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ 3 മുട്ട പുഴുങ്ങിയതാണിത്. 3. നമുക്ക് എത്ര ബ്രെഡ് വേണോ അതിനനുസരിച്ച് നമ്മൾ മുട്ട എടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് മാഷ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. നമുക്കധികം ഇതില്ല. നമുക്കിപ്പം രാവിലെ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ നേരത്തെ നമുക്ക് ഫ്രിഡ്ജിലാണ് ഉണ്ടാക്കി വെക്കാം. നല്ലതായിട്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്യും. മാഷ് ചെയ്യുന്ന സമയമേ കൊടുക്കുള്ളൂ. നന്നായിട്ട് മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്ത് മിക്സ് ചെയ്യാൻ നമുക്ക് ആവശ്യത്തിന് മയണൈസ് വേണം. ഇത് ഹോം മെയ്ഡ് മയണൈസാണ്. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇടുക. നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് അത് നല്ല ക്രീമി ആയിട്ടിരിക്കണം. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. നമ്മൾ ഏകദേശം 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് വേണ്ടത് പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ നമുക്ക് സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് നല്ലതായിട്ട് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് നമുക്ക് ബ്രെഡിൽ തേച്ചാൽ നല്ലതായിട്ട് ഇരിക്കണം. അപ്പം നല്ല ക്രീമിയായി. കണ്ടോ. അപ്പം നമുക്ക് അതിനാവശ്യത്തിന് മുട്ടയുടെ ആവശ്യത്തിനനുസരിച്ച് മയണൈസ് ചേർക്കാം. കാണാമല്ലോ. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ എടുക്കാം. നമ്മൾ ഫ്രഷ് ആയിട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടാം. ആവശ്യത്തിനനുസരിച്ച് പെപ്പർ പൗഡർ ഇടാം. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും.
കുറച്ചുകൂടെ സ്പ്രിംഗ് അണിയൻ വേണമെങ്കിൽ ചേർക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബ്രെഡ് എടുക്കുക. ബ്രെഡ് നമ്മളിങ്ങനെ സൈഡ് കട്ട് ചെയ്യാതെ ഞാൻ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ബട്ടർ ഇതിലോട്ട് തേക്കാം. കുറച്ച് ബട്ടർ തേക്കാം. ഒത്തിരി സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ഉപയോഗിക്കാതിരിക്കും. ബട്ടർ പിന്നെ ആവശ്യത്തിന് തേക്കുക. തേച്ചിട്ട് നമുക്ക് ഈ മിക്സ് ചേർക്കാം, തേച്ച് കൊടുക്കാം. എളുപ്പം ഉണ്ടാക്കരുത്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് ബ്രെഡ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മുട്ട, 2-3 മുട്ടയും കൂടെ പുഴുങ്ങി വെക്കണേ. ഹാർഡ് ബോയിൽഡൊക്കെയാണ്. പരട്ടി ഇത് വെച്ചിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്ലേറ്റിനകത്തോട്ട് കണ്ട എത്ര എളുപ്പം ഉണ്ടാക്കാം. ബാക്കിയും കൂടെ ഞാൻ ഇതിനകത്ത് ബ്രെഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. കണ്ടോ? ഇത് ഞാനിപ്പോൾ സൈഡ് കട്ട് ചെയ്ത ബ്രെഡാണ്. സൈഡ് കട്ട് ചെയ്യും. ഞാനൊരു പീസും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ ബ്രെഡ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര നമ്പേഴ്സ് വേണമെന്ന് വെച്ചാൽ അത്രയും എഗ്ഗ് നമ്മൾ എടുക്കണം. ഇനി ഞാൻ ഒരു ഇതിനകത്ത് നമ്മൾ സ്പ്രിംഗ് അണിയൻ ഉപയോഗിച്ചല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ പൂവുണ്ടാക്കി കാണിക്കാം.
ഈ ഈ സ്പ്രിംഗ് അണിയന് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ബൾബുണ്ട്. അപ്പോൾ ഇച്ചിരി അതിൻ്റെ സ്റ്റെമ്മിനോട് ചേർത്ത് കുറച്ച് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ബൾബ് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ക്രോസ് പോലെ ചെറുതായിട്ട് നമ്മൾ സ്ലിറ്റ് ചെയ്ത് എടുക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഈസി ആയിട്ടുള്ളൊരു കാർവിങ്ങാണ്. സ്പ്രിംഗ് അണിയൻ്റെ ഈസി ആയിട്ടുള്ളൊരു കാർവിങ് ഫ്ലവറാണ്. ഇത് നമ്മൾ വെള്ളത്തിനകത്തിടും. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിരിഞ്ഞു വരും, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും. ഇത് ഞാനിപ്പം വെള്ളത്തിൽ വെച്ചിരുന്നു, കാണാം. നല്ല പൂ പോലെ ഇതുപോലെ നല്ല ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിനകത്ത് ഇടുമ്പോഴത്തേനും ഇതിങ്ങനെ വിരിഞ്ഞു വരും. അപ്പോൾ ഇത് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ നമ്മൾ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കുറച്ച് നേരം ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴിങ്ങനെ വിടർന്നു വരും. ഞാനൊരു 2-3 ലീഫും കൂടെ വെക്കട്ടെ. നമുക്ക് 2-3 ലീഫും കൂടെ വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് തന്നെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ വെക്കാം. ഡെക്കറേഷൻ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ടൊരു പൂ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എന്ത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.